ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓശാന ഞായറാഴ്ച. ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞ് പുരോഹിത പ്രമുഖനും അല്ലെങ്കിൽ പുരോഹിതനും ദൈവജനവും ഓശാന പാടിക്കൊണ്ട് കുരുത്തോലുകൾ കൈകളും ഏന്തി ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുകയാണ്. എന്തിനാണ് നമ്മൾ ഓശാന കുരുത്തോലകളുമായി നടന്ന് ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് വിനാനിതനായ ഈശോ കഴുതപ്പുറത്ത് കയറി ജെറുസലേമിലേക്ക് രാജീയ പ്രവേശത്തിനായി ഒരുങ്ങുമ്പോൾ യഹൂദജനം മുഴുവൻ ആർപ്പുവിളികളും സൈത്തിൻ കൊമ്പുകളും തൻ്റെ വസ്ത്രങ്ങളുമൊക്കെയായി കടന്നു വന്ന ഈശോയെ വരവേൽക്കുന്നതാണ് നമ്മൾ കാണുക. വസ്ത്രങ്ങൾ തെരുവുകളിൽ വിരിച്ചും സൈത്തിൻ കൊമ്പുകളും ഉയർത്തി ഓശാന പാടി ദൈവത്തെ സ്തുതിച്ച് ഒരു പട്ടണത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരു രാജാവിനെയാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ പുത്രനെ ഓശാന എന്ന് ഏറ്റുപാടുന്നത്. രാജാവിൻ്റെ പുത്രനായി ഈശോയെ അംഗീകരിക്കുകയാണ്. രാജീയമായ പ്രവേശനമാണ് അവർ പ്രതീക്ഷിച്ചതും അവർ ചെയ്യുന്നതും. സങ്കീർത്തകൻ 118:25 പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. സങ്കീർത്തകൻ 118 ഹല്ലേൽ സങ്കീർത്തനത്തിൽപ്പെട്ടതാണ്. ഹല്ലേൽ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ, ചുരുക്കി പറയുമ്പോൾ, അതൊരു ഗണം സങ്കീർത്തനങ്ങളാണ്. വിശേഷ അവസരത്തിൽ ദൈവജനം ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടെ തിരുനാളുകളിലാണ് ഈ സങ്കീർത്തനങ്ങൾ അവരേറ്റുപാടുന്നത്. സങ്കീർത്തനം 20:9 നമ്മൾ കാണുന്നുണ്ട്, കർത്താവെ, രാജാവിന് വിജയം നൽകണമേ. അവർ പ്രതീക്ഷിച്ചിരുന്ന രാജാവ്, ഇസ്രായേൽ ജനം കാത്തിരിക്കുന്നത് ഒരു രക്ഷിക്കുവാൻ ഒരു രാജാവ് വരും എന്നാണ്. കർത്താവെ, രാജാവിന് വിജയം നൽകണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ദാവീദിൻ്റെ പുത്രനായ ഈശോയെ കണ്ടപ്പോൾ അവർ സ്വീകരിച്ച് ദാവീദിൻ്റെ പുത്രനായ ഈശോ എന്ന് ഏറ്റുപറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഈശോയുടെ രാജീയ പ്രവേശനത്തിന് അനുസ്മരണമാണ് ഇന്ന് ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മൾക്കും ഇന്ന് വിശദമായി ദിവസത്തെ ആചരിച്ച് ഓർമ്മകളും പുതുക്കി അവ ഇന്ന് നടക്കുന്നതായി കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈശോ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.